ഈ അപകടം നടന്ന ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചൊരു വിഷയം അവിടെ വെള്ളാർമല സ്കൂൾ എന്ന സ്കൂളിനെ കുറിച്ചാണ്. ഏറ്റവും പ്രകൃതി സുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആ സ്കൂൾ ഇന്ന് നാമാവശേഷമായിരിക്കുന്നു. പൂർണ്ണമായും വെള്ളമെടുത്ത് അത് തകർത്തെറിഞ്ഞ ഒരു ദേശമായി മാറിയിരിക്കുന്നു വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലനിന്ന ആ പ്രദേശം ഒന്നാകെ. ഇപ്പോൾ അധ്യാപകൻ സുരേന്ദ്രൻ അടുത്തില എനിക്ക് അയച്ചു തന്ന ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകരുടെ സമക്ഷത്തിലേക്ക് വെക്കുകയാണ്. അവിടെ വെള്ളാരം കല്ലുകൾ എന്ന പേരിൽ അവിടുത്തെ കുട്ടികൾ തയ്യാറാക്കിയ ഒരു മാഗസിൻ, അതവിടെ ലിറ്റിൽ കൈറ്റ്സിന്റെ ഭാഗമായി, ആ പദ്ധതിയുടെ ഭാഗമായി അവിടുത്തെ കുട്ടികൾ തയ്യാറാക്കിയ ഒരു മാഗസിനാണ്. 2022-25 വർഷത്തേക്ക് തയ്യാറാക്കിയ ഒരു മാഗസിനാണ്. ആ മാഗസിന്റെ പുറംചട്ടയിൽ കൃത്യമായി ഈ സ്കൂളും ഒപ്പം തന്നെ അവിടെ വെള്ളാരം കല്ലുകൾ ഒന്നിനു മീതെ ഒന്നായി അടുക്കി വെച്ച ഒരു ചിത്രവും കുട്ടികൾ തന്നെ ഡിസൈൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. ആ കല്ലുകൾ വെള്ളാരങ്കല്ലുകളാണ്. പക്ഷേ ഇന്ന് അവിടെ ആ ദുരന്ത മുഖത്തുള്ളത് വലിയ പാറക്കല്ലുകളാണ്. എല്ലാം തകർത്തെറിഞ്ഞിരിക്കുന്നു. അവിടെ പഠിക്കുന്ന എത്ര കുട്ടികൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്, എത്ര കുട്ടികളുടെ ജീവൻ കവർന്നിട്ടുണ്ട് ആ മലവെള്ളപ്പാച്ചിൽ എന്ന് നമുക്കറിയില്ല. അതോടൊപ്പം തന്നെ ആ മാഗസിൻ്റെ ഏറ്റവും അവസാന പേജിൽ ഒരു കഥ ഉണ്ട്. മാത്രമല്ല എൻ്റെ പുഴ, എൻ്റെ കുളിരരുവിയുടെ തീരത്ത് എന്നൊക്കെയുള്ള ഒരുപാട് ലേഖനങ്ങൾ കുട്ടികൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ മാഗസിൻ്റെ ഏറ്റവും അവസാനം ഇതാ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ഈ ദൃശ്യം. ഇത് ആ കുട്ടികൾ തയ്യാറാക്കിയ മാഗസിനിലെ ഒരു കഥയാണ്. ആ കഥയിൽ അവസാന പേജിൽ ഒരു ഭാഗം ഇങ്ങനെയുണ്ട്. അവിടെ ഒരു കിളി വന്ന് കുട്ടികളോട് പറയുന്നുണ്ട്, കുട്ടികളെ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് വിട്ടുപോയിക്കോളൂ, വേഗം രക്ഷപ്പെട്ടോളൂ, ഒരു വൻ ദുരന്തം വരാനിരിക്കുന്നു, ഒരു മലവെള്ളപ്പാച്ചിൽ ഉടൻ രക്ഷപ്പെട്ടോളൂ എന്ന് കൃത്യമായി ഒരു കിളി വന്ന് കുട്ടികളോട് പറയുന്ന ഒരു ഭാഗമാണ് ആ കഥയിലുള്ളത്. നോക്കുക, അത് അറം പറ്റിയിരിക്കുന്നു, അതുപോലെ സംഭവിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ മേഖലയിലുണ്ടായ വലിയ മലവെള്ളപ്പാച്ചിൽ, അങ്ങനെ ഒരുപാട് പേരുടെ ജീവനെടുത്ത മലവെള്ളപ്പാച്ചിൽ, അത് ആ കഥയിൽ കുട്ടികൾ തന്നെ തയ്യാറാക്കിയ ഒരു കഥയാണ്. ആ കഥയിലാണ് ഈ രീതിയിലുള്ള പരാമർശം ഉള്ളത്. മാത്രമല്ല അതേ തുടർന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് മനുഷ്യരെക്കുറിച്ചും അവിടുത്തെ ജീവജാലങ്ങളെക്കുറിച്ചും ഒക്കെ ആ കഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ അവസാന ഭാഗത്ത് ഇങ്ങനെ കൂടി എഴുതിയിട്ടുണ്ട്, കുട്ടികൾ ഒരു വലിയ പ്രശ്നം കുട്ടികൾക്ക് അറിയാത്തത്, മഴ പെയ്താൽ ആ വെള്ളച്ചാട്ടത്തിലേക്ക് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകും. വെള്ളം പൊങ്ങി മനുഷ്യർ ഉൾപ്പെടെ അവിടെയുള്ള ജീവജാലങ്ങളുടെ എല്ലാം നാശത്തിന് അത് കാരണമാകും. അങ്ങനെ മരിച്ചവർ ഏറെയുണ്ട്. ഇതൊന്നും അറിയാതെ നിങ്ങൾ ഇവിടെ തുടരരുത്, നിങ്ങൾ പോകൂ, രക്ഷപ്പെട്ടോളൂ എന്ന് ഒരു കിളി പറയുന്നതായിട്ടുള്ളൊരു കഥ ആ മാഗസിനിലുണ്ട് എന്ന് പറയുമ്പോൾ അത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അത് എങ്ങനെയാണ് ഇങ്ങനെ അറം പറ്റിയത് എന്ന് തോന്നിപ്പോകുന്നു. ആ രീതിയിൽ ആ ദേശം ഒന്നാകെ, ആ സ്കൂൾ ഒന്നാകെ ഒലിച്ചു പോയിരിക്കുന്നു. അവിടെയുള്ള കുട്ടികൾ ആരൊക്കെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് നമുക്കിപ്പോഴും അറിയാം. അങ്ങനെ ഒരുപാട് വേദനിപ്പിക്കുന്ന കഥകൾ ഇങ്ങനെ അവിടെ നിന്നും വന്നുകൊണ്ടേയിരിക്കുകയാണ്.